മാർക്കോ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സായ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് ആൻ്റണി പെപ്പെ നായകനാക്കി നിർമ്മിക്കുന്ന കാട്ടാടൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട് മാർക്കോ പോലെ തന്നെ വയലൻസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഫിലിം ആയിരിക്കാം ഈ ഒരു ചിത്രമെന്നാണ് തോന്നുന്നത്. സിനിമയുടെ പാൻ ഇന്ത്യൻ റിലീസും കൺഫേം ആയിട്ടുണ്ട്. സിനിമയുടെ തായ്ലാൻഡ് ഷെഡ്യൂളിൽ ആൻ്റണി വർഗീസും ആനയുമായുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ചിത്രീകരിച്ചിരുന്നു. എന്നാൽ ആൻ്റണി വർഗീസിന് പരിക്ക് പറ്റിയത് കാരണം സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തിയിട്ടുണ്ട്. നിവിൻ പോളിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് സർവമായ സിനിമയുടെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പഴയ നിവിൻ പോളിയെ നമുക്ക് ഈ ഒരു ടീസറിൽ എവിടെയൊക്കെയോ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും നല്ല ചിത്രമായിട്ട് സർവമായ മാറട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ക്രിസ്മസ് റിലീസാണ് സിനിമ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഡിയർ സ്റ്റുഡൻറ്റ് സിനിമയുടെ ഭാഗത്തുനിന്നും നിവിൻ പോളിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. ബെൻസ്, ബേബി ഗേൾ എന്നീ സിനിമകളുടെ ഭാഗത്തുനിന്നും ഇതുപോലെ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. വിജയുടെ ജനനായകൻ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ നവംബർ മാസത്തിലാണ് വരുന്നത്. അതുപോലെ ഈ വരുന്ന ദീപാവലി ദിവസം സൂര്യയുടെ കറുപ്പ് സിനിമയുടെ ഫസ്റ്റ് സിംഗിളും വരുന്നുണ്ട്. ഇന്നത്തെ കളക്ഷനോടുകൂടി മോളിവുഡിൻ്റെ ആദ്യ 300 കോടി ചിത്രമായിട്ട് മാറാൻ പോകുന്ന ലോക. ഇനി മോളിവുഡിൻ്റെ ചില കോടി ക്ലബ്ബ് റെക്കോർഡുകൾ നമുക്ക് നോക്കാം. 1997 ആദ്യമായിട്ടൊരു സിനിമ മോളിവുഡിൽ 10 കോടി ക്ലബ്ബിൽ കയറുന്നത്. സിനിമയുടെ പേര് അനിയത്തിപ്രാവ്. കുഞ്ചാക്കോവിൻ്റെ ആദ്യ ചിത്രം കൂടിയായിരുന്നു അനിയത്തിപ്രാവ്. ഇന്നായിരുന്നു അനിയത്തിപ്രാവ് എന്ന സിനിമ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഒരു വലിയ കളക്ഷൻ തന്നെ സിനിമയ്ക്ക് നേടാൻ സാധിച്ചിരുന്നേനെ. മോളിവുഡിൻ്റെ ആദ്യ 20 കോടി ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും വലിയ മൾട്ടിസ്റ്റാർ ചിത്രമായ 2020 ആണ്. മോളിവുഡിൻ്റെ ആദ്യ 50 കോടി ചിത്രം ദൃശ്യം. 2013 ദൃശ്യം സിനിമ റിലീസിനെത്തിയത്. പിന്നീട് 2016 പുലിമുരുകൻ എന്ന സിനിമയിലൂടെ മലയാളത്തിൻ്റെ ആദ്യ 100 കോടി ചിത്രവും എത്തി. 2018 എന്ന ചിത്രത്തിലൂടെ 2023 മോളിവുഡിൻ്റെ ആദ്യ 150 കോടി ചിത്രവും പിറന്നു. ശേഷം 2024 മഞ്ഞുമൽ ബോയ്സിലൂടെ ആദ്യ 200 കോടി ചിത്രവും പിറന്നു. 2025 മോളിവുഡിൻ്റെ ആദ്യ 250 കോടി എമ്പുരാനും ഈ വർഷം തന്നെ മോളിവുഡിൻ്റെ ആദ്യ 300 കോടി ചിത്രവും പിറന്നിരിക്കുകയാണ്.